നമസ്കാരം. മാറ്റിനിയുടെ എ ഫിലിം ബൈ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ ഉത്തുംഗ ശൃംഗത്തിലെത്തിച്ച ഒരുപിടി സംവിധായകരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനാണ് ശ്രീ ഹരിഹരൻ. 1970 തൊട്ട് അല്ലെങ്കിൽ 70-90 കാലഘട്ടങ്ങളാണ് ശരിക്കും മലയാള സിനിമയുടെ ഏറ്റവും സുവർണ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ വിരാജിച്ച പ്രഗത്ഭരായ സംവിധായകരിൽ അഗ്രഗണ്യൻ ആയിട്ട് തന്നെ നമുക്ക് ഹരിഹരനെ വിശേഷിപ്പിക്കാം. കോഴിക്കോട് താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അതിനുശേഷം എം കൃഷ്ണൻ നായരുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ് അദ്ദേഹം തൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം തുടങ്ങി പഴശ്ശിരാജ വരെ നീളുന്ന ഒരു കാലഘട്ടത്തിലെ സംവിധായകൻ. 1973 ലേഡീസ് ഹോസ്റ്റൽ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം തൻ്റെ സംവിധാനം ആരംഭിക്കുന്നത്. പ്രേം നസീർ, ജയഭാരതി, ഉമ്മർ പോലെയുള്ള ആക്ടേഴ്സാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മികച്ച കുറച്ച് സിനിമകളെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം എടുത്തു പറയേണ്ടത് ശരപഞ്ചരം എന്ന് പറയുന്ന സിനിമയാണ്. ജയൻ്റെ തന്നെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് ശരപഞ്ചരം. നമുക്കെല്ലാവരും പെട്ടെന്ന് ശരപഞ്ചരം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു വിഷ്വലുണ്ട്. ഒരു കുതിരയെ ഇങ്ങനെ എണ്ണയൊക്കെ തേപ്പിച്ച് പുറത്തെ മസിലൊക്കെ കാണിച്ച് നിൽക്കുന്ന ജയൻ എന്ന് പറയുന്ന മലയാള സിനിമയുടെ പൗരുഷത്തിൻ്റെ പ്രതീകം. ആ സിനിമ ഒരുപാട് അന്നത്തെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച ഒരു സിനിമയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഹരിഹരൻ എന്ന് പറയുന്ന ഡയറക്ടറെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപക്ഷെ നമ്മുടെ എല്ലാം പ്രായത്തിലുള്ള ആൾക്കാരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില വിഷ്വൽസ് ഉണ്ട്. അതിൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് സർഗമാണ്. എൻ്റെ കുഞ്ഞുകാലത്തിൽ എൻ്റെ നാട്ടിലുള്ള എല്ലാവരും, ആ ഗ്രാമത്തിലെ എല്ലാവരും കുടുംബസമേതം ജീപ്പ് വിളിച്ച് പോയി കണ്ടിരുന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഒരു സി ക്ലാസ് തിയേറ്ററിൽ പോലും 150 ദിവസത്തിൽ കൂടുതൽ ഓടിയ സിനിമ. ഞാനും എൻ്റെ സുഹൃത്തിൻ്റെ കുടുംബത്തിനോടൊപ്പം ഈ സിനിമ കാണാൻ പോയിട്ടുണ്ട്. അന്ന് ഞാൻ കണ്ടത് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ സുഹൃത്തിൻ്റെ അമ്മയുമൊക്കെ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആ സിനിമ കണ്ട് കരയാത്ത ഒരാൾ പോലും ഒരുപക്ഷെ കേരളത്തിലുണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ കാരണം ഈ പറയുന്ന മനുഷ്യബന്ധങ്ങളുടെ ആഴവും അതിൻ്റെ റിലേഷനും ഇമോഷൻസും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചിത്രീകരിക്കാനുള്ള ഹരിഹരൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ മികവ്, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അതൊരു സാധാരണ സംവിധായകന് ഒരുപക്ഷെ എളുപ്പത്തിൽ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിജയമെന്ന് ഞാൻ വിചാരിക്കുന്നു. സർഗം എന്ന് പറയുന്ന സിനിമ കുട്ടൻ തമ്പുരാൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ മനോജ് കെ ജയനെ മലയാളത്തിന് പരിചയപ്പെടുത്തിയ സിനിമയാണ്. അതുപോലെ തന്നെ 1994 ഇറങ്ങിയ പരിണയം ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ, ഇപ്പോൾ നമ്പൂതിരി കുടുംബത്തിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി, തൻ്റെ മകൻ്റെ പ്രായമുള്ള അല്ലെങ്കിൽ അതിലും കുറവ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ഒരു ഇല്ലത്തെ ഒരു പ്രായം ചെന്ന വൃദ്ധൻ. അപ്പോൾ നമ്മുടെ മലയാള അല്ലെങ്കിൽ കേരള ജീവിതത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു സിനിമയാണ് പരിണയം. അപ്പോൾ അതിൽ സ്ത്രീകൾക്ക് ഉള്ള സ്വാതന്ത്ര്യമില്ലായ്മയെപ്പറ്റി, അനുഭവിക്കുന്ന ദുഃഖങ്ങളെപ്പറ്റി, അല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തെപ്പറ്റി, ആ കാലഘട്ടത്തെ പൊട്ടിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ ആദർശധീരരായ ചിന്താശേഷിയുള്ള ഒരു കൂട്ടം ജനങ്ങൾ ചിന്തിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സിനിമയാണ് പരിണയം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഹരിഹരൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ ഏറ്റവും മികച്ച ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും ഒരേ സ്വരത്തിൽ പറയുക വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമയാണ്, അല്ലേ? മമ്മൂട്ടിയുടെ ചന്തുനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറയുന്ന ആ ഡയലോഗ് ഇപ്പോഴും നമ്മളുടെ കുട്ടികളുടെ നാക്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ഡയലോഗാണ്. എന്തുകൊണ്ട് ആ സിനിമ മികച്ചതായത്? അതിൽ ഒരുപാട് പ്രതിഭാധനരായിട്ടുള്ള ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ, MD വാസുദേവൻ നായർ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു തിരക്കഥാകൃത്തോ നോവലിസ്റ്റോ, ബോംബെ രവി എന്ന് പറയുന്ന മികച്ച സംഗീത സംവിധായകൻ, അങ്ങനെ ഒരുപിടി നല്ല കലാകാരന്മാരുടെ ഒരു ചേർച്ചയാണ് സിനിമ. ആ സിനിമയുടെ ആക്ഷൻ രംഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അതുവരെ നമ്മൾ കണ്ടിരുന്ന അങ്കത്തട്ടുകളിൽ കണ്ടിരുന്ന വാൾപ്പയറ്റുകളെക്കാളും വളരെ തനിമയോടുകൂടി ചിത്രീകരിച്ചിട്ടുള്ള ആക്ഷൻ രംഗങ്ങൾ.
ഡയലോഗ് ഡെലിവറി, ഒരു അതിഭാവുകത്വമില്ലാത്ത നാടകീയതയില്ലാത്ത വളരെ നാച്ചുറലായിട്ടുള്ള ഡയലോഗ് ഡെലിവറികൾ ഒക്കെ ആ സിനിമയെ മികവുറ്റതാക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അതുവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വടക്കൻ പാട്ടുകളിൽ കേട്ടിരുന്ന ചതിയനായ ചന്തുവിനെ ഒരു നായക കഥാപാത്രമായി മലയാളികളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറക്കി കൊടുക്കുവാൻ അല്ലെങ്കിൽ വേര് ഉറപ്പിക്കുവാൻ ആ സിനിമയ്ക്ക് സാധിച്ചു. വടക്കൻ പാട്ടുകളിലെ നായകനായിട്ടുള്ള ആരോമൽ ചേകവരെയും അല്ലെങ്കിൽ ഉണ്ണിയാർച്ചയും ഒക്കെ പതിയെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. എം.ടി. വാസുദേവൻ നായർ എന്ന് പറയുന്ന കഥാകൃത്തിൻ്റെ ഒരു ശൈലി അതാണ്. കുറച്ച് പ്രാധാന്യമില്ലാത്ത അല്ലെങ്കിൽ അപ്രധാനമായിട്ടുള്ള ചില കഥാപാത്രങ്ങളെ, ഉദാഹരണത്തിന് രണ്ടാം മഴയിലെ ഭീമനാണെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന ചന്തുവിനെയും ഒക്കെ, നായക കഥാപാത്രമല്ലാത്ത ചന്തുവിനെയൊക്കെ പതുക്കെ നായക നിരയിലേക്ക് അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് കഥ പറയുന്ന ഒരു ആഖ്യാന ശൈലി, അത് പറയുക മാത്രമല്ല അതിൻ്റെ ആ ഒരു ചെറിയ തലത്തിൽ തുടങ്ങി അതിന് നമ്മളെ പതുക്കെ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മളെ അത് വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സിനിമ തന്നെ എടുത്തു. ഈ സിനിമയുടെ തുടക്കത്തിൽ ചതിയനായ ചന്തു എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ചന്തു അമ്മാവൻ്റെ അടുത്തേക്ക് ഉണ്ണിയാർച്ചയുടെയും ആരോമൽ ചേകവരുടെയും മക്കൾ പകരം വീട്ടാൻ വേണ്ടി വരികയാണ്. അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം പറയുന്നത്, എനിക്ക് പിറക്കാതെ പോയ മകനല്ലോ ഉണ്ണി നീ എന്ന് പറയുന്ന അത്രയും ആ രീതിയിൽ ഉള്ള ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ആ സിനിമയെ ഉയർത്തി. ഇപ്പോൾ ഈ സിനിമ അംഗം കുറിക്കാൻ വരുന്ന അവരിൽ നിന്ന് പതുക്കെ ഇവരുടെ പഴയ കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. ഈ പഴയ കാലഘട്ടത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ചന്തു പതുക്കെ കടത്തനാട് തറവാട്ടിലേക്ക് വരികയാണ്. അവിടെ ആരോമൽ ചേകവരും ഉണ്ണിയാർച്ചയുമുണ്ട്. ആ ഉണ്ണിയാർച്ച അവർ വളരെ ധനികരായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വളരെ പാവപ്പെട്ട ഒരാൾ വരുന്നു. അപ്പോൾ ആരോമൽ ചേകവർക്ക് ഈ ചന്തുവിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അന്ന് മുതലുണ്ടായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ വലുതാകുകയും ഇവർ വലുതാകുന്നതോടുകൂടിയിട്ട് ഇവരുടെ ഇടയിലെ സ്പർദ്ധ വർദ്ധിക്കുകയും ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും വളരെ നമ്മൾ വടക്കൻ പാട്ടുകളിൽ കേട്ടതനുസരിച്ച് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഭയങ്കര വീരനായിട്ടുള്ള ആരോമൽ ചേകവരോട് ചന്തുവിനുണ്ടാകുന്ന വൈരാഗ്യമോ അല്ലെങ്കിൽ അസൂയോ മൂലം അയാളെ ചതിച്ചു കൊല്ലാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന ചന്തുവിനെയാണ്. പക്ഷേ ഈ സിനിമയിൽ പറയുന്നത് ചന്തു ചതിച്ചു കൊന്നതല്ല, ചന്തു പറഞ്ഞത് കേൾക്കാതെ ആരോമൽ ചേകവർ തൻ്റെ ഇഷ്ടത്തിന് ചെയ്തപ്പോൾ പറ്റിയ അബദ്ധത്തിലാണ് ആരോമൽ ചേകവർ മരിക്കുന്നത് എന്നാണ്. സോ ചന്തുവിനെ ആദ്യം തൊട്ട് അവസാനം വരെ ആരോമൽ ചേകവരുടെയും ഒക്കെ സ്വാധീനം കൊണ്ട് പാണന്മാർ പാടിയ വടക്കൻ പാട്ടുകളിൽ ചതിയനായി ചിത്രീകരിക്കപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമൊക്കെ ഈ വടക്കൻ പാട്ടുകളെക്കുറിച്ചും അതിൻ്റെ ആ രീതികളെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു സിനിമ, അതിൻ്റെ പറയുന്ന രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ, ചന്തു നല്ലവനായിക്കോട്ടെ ചന്തു ചീത്ത ആയിക്കോട്ടെ, പക്ഷെ ആ സിനിമയ്ക്ക് ഒരു നല്ലവനെയും അല്ലെങ്കിൽ ഒരു ചീത്തയായ ഒരാളെ നല്ലവനാക്കുന്നതിനോ നല്ലവനായ ഒരാളെ ചീത്തയാക്കുന്നതിനോ ഉള്ള ഒരു കഴിവുണ്ട്, അങ്ങനെ ആക്കാൻ കഴിയും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ. പ്രേക്ഷകരുടെ ഹൃദയത്തെ മാത്രമല്ല അവാർഡിൻ്റെ കാര്യത്തിലും ഈ സിനിമ ഒരുപാട് മുന്നിലാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന നടന് നാഷണൽ അവാർഡ്, എം.ടി. വാസുദേവൻ നായർ എന്ന പ്രശസ്തനായ അല്ലെങ്കിൽ പ്രസിദ്ധനായ എഴുത്തുകാരന് നാഷണൽ അവാർഡ്, അതുപോലെ ഒരുപാട് സ്റ്റേറ്റ് അവാർഡുകളും വാരിക്കൂട്ടിയൊരു സിനിമയാണ് നമ്മുടെ വടക്കൻ വീരഗാഥ. അതിൻ്റെ ആർട്ട് ഡയറക്ഷൻ അവാർഡുണ്ട്, സിനിമാറ്റോഗ്രാഫിക് അവാർഡുണ്ട്. അങ്ങനെ ആ വർഷത്തെ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു മികച്ച ചിത്രമായിട്ട്, അതിനൊക്കെ അപ്പുറത്തേക്ക് മലയാളി പ്രേക്ഷകൻ്റെ മനസ്സിനെ കീഴടക്കിയ ഒരു സിനിമ എന്ന നിലയിൽ എന്നും ഓർത്തിരിക്കാവുന്ന ഒരു മികച്ച ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ. അപ്പോൾ നമുക്ക് ഹരിഹരൻ എന്ന് പറയുന്ന സംവിധായകനെയും ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമയെയും ഇന്ന് ഒന്നും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ കാണുക. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞതിനപ്പുറത്തേക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും, അത് അറിയിക്കുക. നമുക്കതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം വീണ്ടും നമുക്കതിനെപ്പറ്റി സംസാരിക്കാം. ഓക്കെ, അതുവരെ സൈനിങ് ഓഫ്.